ബ്രാൻഡുകൾ നിർമ്മിക്കുന്നത് ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക ഉദ്ദേശത്തിനു വേണ്ടിയാണ്. ബ്രാൻഡുകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു വഴിയാണത്. പക്ഷേ ബ്രാൻഡുകൾ നിർമ്മിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും സുസ്ഥിരവുമായ മാർഗം ഇതാണ്. നിങ്ങൾക്കൊരു ഉൽപ്പന്നമുണ്ടാകണം. വിപണിയിലെ ഏത് സാഹചര്യത്തിനും അനുകൂലമായി മാറുന്ന തരത്തിൽ പരിണമിക്കാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നം. അത്തരമൊരു ഉൽപ്പന്നം ഉണ്ടെങ്കിൽ അതിന് നിങ്ങളൊരു ശക്തമായ ബ്രാൻഡ് നിർമ്മിച്ചാൽ അപ്പോൾ തീർച്ചയായും വിപണിയിൽ അതിനൊരു സ്ഥാനമുണ്ടായിരിക്കും. ബ്രാൻഡിൻ്റെ പ്രാധാന്യം എന്തെന്നാൽ, ആളുകൾ കരുതുന്നത് പോലെ ബ്രാൻഡ് ഒരു സൂത്രമല്ല. അവർ കരുതുന്നു ഒരു ബ്രാൻഡ് ഉണ്ടായാൽ അത് വിറ്റുപോകുമെന്ന്. നിർഭാഗ്യവശാൽ അത് സത്യമാണ്. പക്ഷേ ഏറെക്കാലം അത് ഫലിക്കില്ല. നിങ്ങളുടെ ഉൽപ്പന്നത്തിൻ്റെ 2 ബാച്ച് മോശം നിലവാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ മൂല്യം എന്തുതന്നെയാണെങ്കിലും അത് പെട്ടെന്ന് തന്നെ താഴെ പോകും. വിശ്വാസയോഗ്യമായ ഒരു ഉൽപ്പന്നം വേണം. ആ ഉൽപ്പന്നം ഒരു വാഗ്ദാനമാകണം. നിങ്ങളോ നിങ്ങളുടെ ഗ്രൂപ്പോ നിർമ്മിക്കുന്ന ആ ഉൽപ്പന്നത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം. നാം നേരിടാൻ പോകുന്ന സമയത്തിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ച് ആ ഉൽപ്പന്നത്തെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. ബ്രാൻഡുകൾ നിർമ്മിക്കുന്നത് ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക ഉദ്ദേശത്തിനു വേണ്ടിയാണ്. ബ്രാൻഡുകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു വഴിയാണത്. പക്ഷേ ബ്രാൻഡുകൾ നിർമ്മിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും സുസ്ഥിരവുമായ മാർഗം ഇതാണ്. നിങ്ങൾക്കൊരു ഉൽപ്പന്നമുണ്ടാകണം. വിപണിയിലെ ഏത് സാഹചര്യത്തിനും അനുകൂലമായി മാറുന്ന തരത്തിൽ പരിണമിക്കാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നം. അത്തരമൊരു ഉൽപ്പന്നം ഉണ്ടെങ്കിൽ അതിന് നിങ്ങളൊരു ശക്തമായ ബ്രാൻഡ് നിർമ്മിച്ചാൽ അപ്പോൾ തീർച്ചയായും വിപണിയിൽ അതിനൊരു സ്ഥാനമുണ്ടായിരിക്കും. ബ്രാൻഡിൻ്റെ പ്രാധാന്യം എന്തെന്നാൽ, ആളുകൾ കരുതുന്നത് പോലെ ബ്രാൻഡ് ഒരു സൂത്രമല്ല. അവർ കരുതുന്നു ഒരു ബ്രാൻഡ് ഉണ്ടായാൽ അത് വിറ്റുപോകുമെന്ന്. നിർഭാഗ്യവശാൽ അത് സത്യമാണ്. പക്ഷേ ഏറെക്കാലം അത് ഫലിക്കില്ല. നിങ്ങളുടെ ഉൽപ്പന്നത്തിൻ്റെ 2 ബാച്ച് മോശം നിലവാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ മൂല്യം എന്തുതന്നെയാണെങ്കിലും അത് പെട്ടെന്ന് തന്നെ താഴെ പോകും. വിശ്വാസയോഗ്യമായ ഒരു ഉൽപ്പന്നം വേണം. ആ ഉൽപ്പന്നം ഒരു വാഗ്ദാനമാകണം. നിങ്ങളോ നിങ്ങളുടെ ഗ്രൂപ്പോ നിർമ്മിക്കുന്ന ആ ഉൽപ്പന്നത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം. നാം നേരിടാൻ പോകുന്ന സമയത്തിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ച് ആ ഉൽപ്പന്നത്തെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം.